എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും ആ തീരുമാനം 100% സന്തോഷത്തോടു കൂടി അംഗീകരിക്കുക എന്നുള്ള ഉത്തരവാദിത്വം എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി തീരുമാനം എടുത്താൽ ഞാനത് സന്തോഷപൂർവ്വം അംഗീകരിച്ച് മുന്നോട്ട് പോകും. അത് രണ്ടും രണ്ട് കാര്യമാണ്. സ്പീക്കർഷിപ്പ് എന്ന് പറയുന്നത് കേരള നിയമസഭയിൽ ഒന്നേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ നിയമസഭയിലും ഓരോ സ്പീക്കേഴ്സല്ലേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെറുതായി പോകുന്നത്? അപ്പോൾ ആളുകളുടെ കാഴ്ചപ്പാട് പോലെയാണ്. ഒരെണ്ണം ചെറുതാണെന്ന് പറഞ്ഞ് നമ്മളങ്ങ് സ്ഥാപിക്കുകയാണ്. അതല്ല, ഞാനതുകൊണ്ട് അതിനുവേണ്ടി വാദിക്കുകയല്ല. ഞാൻ പറയുന്നത് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള അധികാരങ്ങളുമാണ്. ഞാനതിനെക്കുറിച്ച് ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല. കാരണം പാർട്ടി തീരുമാനം എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ മുന്നണി കറക്റ്റായിട്ട് മുന്നോട്ട് പോവുകയാണ്. ജനാഭിലാഷം എന്താ? കേരളത്തിൽ ഈ മുന്നണി ഭംഗിയായി പോകണം എന്ന് തന്നെയാണ്. അതിന് പറ്റത്തക്ക വിധത്തിലുള്ള ചർച്ചകൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ നടന്നുവന്നിരിക്കും. തീരുമാനത്തിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടക്കും. പക്ഷേ തീരുമാനം വന്നാൽ എല്ലാം ഒരേ ദിശയിലേക്ക് തന്നെ പോകും. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് 5 വർഷക്കാലത്തേക്കൊരു സൽഭരണം ഉണ്ടാകണമെന്നുള്ള മോഹത്തോടു കൂടി അവരിയ്ക്കുകയാണ്. അതിന് ഹാനികരമായ രൂപത്തിൽ ഒരു പെരുമാറ്റവും ഒരിടത്തുനിന്നും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നതേയില്ല. ഒരു ഗവൺമെൻറ് സ്റ്റാർട്ടിംഗ് അല്ലേ, ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ മോഹം. അതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്.